47 പൂർണ്ണമായിട്ട് തീർത്ത് വചനങ്ങളാണ്. ബലിപീഠത്തിൻ്റെ അടിയിൽ നിന്ന് ഒരു ഉറമ പൊട്ടിപ്പുറപ്പെട്ട് അത് പള്ളിക്കകത്ത് രണ്ട് തോടുകളായിട്ട് കിഴക്കോട്ടൊഴുകി. അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. സമൃദ്ധമായ ജലം. പിന്നെ ജലത്തെക്കുറിച്ചാണ്, സമൃദ്ധിയെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ സക്കറിയയുടെ പുസ്തകത്തിലും ജോയലിൻ്റെ പുസ്തകത്തിലും ഈ ഉറവയെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഉറവയുടെ ദൈവശാസ്ത്രപരമായ വിവരണം എന്ന് പറയുന്നത് ഈശോയുടെ വിലാവിൽ നിന്നാണ് കൃപ ഒഴുകിയത്, ജലം ഒഴുകിയത്. അതിൻ്റെ അനോയിൻറ്റിങ് നമുക്ക് ലഭിക്കുന്നത് മാമോദീസ തൊട്ടിയിൽ വെച്ചാണ് നമുക്ക് ആദ്യമായിട്ട് ഈ കൃപയുടെ അഭിഷേകം കിട്ടുന്നത്. മായാത്ത മുദ്ര നമ്മുടെ ആത്മാവിൽ പഠിപ്പിച്ചുകൊണ്ട്. അതുകൊണ്ടാണ് ഇത് തിയോളജി ശരിയാകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വെള്ളം ഇവിടെ നമ്മൾ മാമോദിസ തൊട്ടിയിലേക്ക്, അപ്പം അത്ര ഉയരുകയില്ല അത്, അതുകൊണ്ടാണ് അങ്ങോട്ട് വിട്ടു, പമ്പ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അത് വന്നിട്ട് ബേമയിലേക്ക് വരും. ബേമ വചനവേദിയിൽ വരും. ഇത് പിന്നെ ഒരു ക്രൈസ്തവന് ജീവിതം ആരംഭിക്കുന്നത് വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം. അപ്പോൾ മാമോദീസയിൽ ആരംഭിച്ച് വചനത്തിൽ വളർന്ന് തോടുകൾ എന്ന് പറയുന്ന കൂദാശകളാണ്. കൂദാശകളാൽ പരിപുഷ്ടമായ ഒരു ജീവിതം. അപ്പോൾ വാസ്തവത്തിൽ ക്രൈസ്തവ ജീവിതം അലസതയുടെ ജീവിതമല്ല. എഫേസൂസ് 2:10 പറയുന്നുണ്ട്, നാം ചെയ്യുവാനായി ദൈവം മുൻകൂട്ടി നിശ്ചയിച്ച സൽപ്രവർത്തികൾക്കായി യേശുക്രിസ്തുവിൽ നാം സൃഷ്ടിക്കപ്പെട്ടവനാണ്. അതുകൊണ്ട് ക്രൈസ്തവൻ മടി പിടിച്ചിരിക്കേണ്ടവനല്ല, അവൻ ഡ്യൂട്ടി ചെയ്യണമെന്നുണ്ട്. അവൻ സഭയിലേക്ക് കടന്നു വരണം, ഉദാശകൾ സ്വീകരിക്കണം, ആത്മീയമായിട്ട് അവൻ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ദേവാലയം 2 സന്ദേശമാണ് നൽകുന്നത്. ഒന്ന്, ക്രൈസ്തവൻ്റെ ജീവിതം അലസമായ ജീവിതമല്ല, മാമോദീസയിൽ ആരംഭിച്ച് വചനത്തിൽ വളർന്ന് ഉദാശകളാൽ പരിപുഷ്ടമായ ജീവിതമാണ് യഥാർത്ഥ ക്രൈസ്തവ ജീവിതം. ദൈവം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. 2, ബലിപീഠം. എല്ലാ ബലിപീഠത്തിൽ നിന്നും കൃപയുടെ നീർച്ചാൽ ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ബലിപീഠത്തിൽ നിസ്സാരമായി കാണരുത്. പിന്നെ ബലി അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ തോന്നിയാൽ അർപ്പിക്കരുത്. അത് സഭയോട് ചേർന്ന് വേണം അർപ്പിക്കുവാനായിട്ട്. ചെയ്യേണ്ട വിധത്തിൽ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ ഈ ബലിയിൽ നിന്ന് കൃപയുടെ അഭിഷേകം ഉണ്ടാകുന്നുള്ളൂ. സഭയും ധിക്കരിച്ച്, മാർപ്പാപ്പായും ധിക്കരിച്ച്, രൂപതാ മെത്രാനെയും ധിക്കരിച്ച് തോന്നിവാസം മുഴുവൻ അർപ്പിച്ചാൽ കൃപയ്ക്ക് പകരം വേറെ വല്ലതുമായിട്ട് ഒഴുകുന്നത്. അത് പറ്റിപ്പോകും. അത് ഈ സന്ദേശം ഇവിടെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കർത്താവ് ഇതുപോലെ ഒരു ക്രമീകരണം ഉണ്ടാക്കിയിരിക്കുന്നത്. ഒത്തിരി ഹീലിംഗ് ഉണ്ട് ധ്യാനത്തിൻ്റെ സമയത്ത്. അപ്പോൾ എനിക്ക് തോന്നി ഈ കാലഘട്ടത്തിൻ്റെ ഒരു സന്ദേശമായിട്ട്, അടയാളമായിട്ട് കർത്താവ് ഉയർത്തുകയാണ്. ഇവിടെയാണ് ഈ വന്ന് നിൽക്കുന്ന ഉറവ് നിൽക്കുന്നത്. ഇത് വേണമെങ്കിൽ കൗതുകത്തിന് നമുക്കിവിടുന്ന് അങ്ങോട്ട് ഒഴുക്കാം. പക്ഷേ അന്നേരം തിയോളജി ശരിയായില്ല. കാരണം ജീവൻ്റെ ജലം ആരംഭിക്കുന്നത് മാമോദിസ തൊട്ടിന്നാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൊരു ചെറിയ മോട്ടർ വെച്ചിട്ട് അത് നമ്മൾ ഉയർത്തി, എന്നിട്ടത് പള്ളിക്കകത്തൂടെ 2 ഇതിനടിയിൽ ഒഴുകുന്നുണ്ട്. വെള്ളം തളിച്ചിരിക്കുന്നത്. ഇതിനടിയിൽ കൂടെ വെള്ളം ഒഴുകി അങ്ങ് അവിടെ ചെല്ലേ കുമ്പസാരക്കൊണ്ടാണ്. അതെനിക്ക് അതിശയമായിട്ട് തോന്നി. ഞാൻ എത്ര ബലം പ്രയോഗിച്ച് ആ ഭാഗം എടുക്കരുത് വെച്ചാൽ കൈ ഓടിപ്പോയി അവിടെ തന്നെ കൃത്യം സെക്കൻഡ് 47 വരും. അത് അതിശയമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ ചുമ്മാ അന്വേഷിക്കാൻ തുടങ്ങി, ഈ ലോകത്ത് എവിടെയെങ്കിലും ഇതുപോലൊരു പള്ളി ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്ന്. അന്ന് എനിക്ക് മനസ്സിലായി ഇതുവരെ അങ്ങനെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ തമിഴ്നാട്ടിലെങ്ങാണ്ട് ഒരു പള്ളി ഉണ്ടെന്ന് കേട്ടു, പക്ഷെ അതിതുപോലെ അക്ഷരാർത്ഥത്തിൽ ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനുമാണ് ഒരിക്കലും ബിഷപ്പ് പറയുന്നത് ഇങ്ങനെ ഒരു പള്ളിയുണ്ട്, അച്ഛനെ ഇങ്ങോട്ട് വിളിക്കുകയാണ് ഇതിൻ്റെ അധികാരിയായിട്ട്. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഇതിനെനിക്ക് മനസ്സിലായി. പിന്നെ ശുശ്രൂഷ കഴിഞ്ഞിട്ട് പോരേണ്ട സമയമായി. എൻ്റെ 11 വർഷം NRC-യിലല്ലേ? ഓക്കെ. അവിടെ വെച്ചല്ലേ നമ്മുടെ കൊച്ചുറാണിയൊക്കെ അടുത്തല്ലേ? അല്ല, അത് വേറൊരു ദൈവനിയോഗമാണ്. അവിടെ 250 കിലോമീറ്റർ അകലെയാണ് ഈ റാണി, പിന്നെ കഞ്ചിക്കോട് റാണിയുടെ. അത് ദൈവം അവിടെ കൊണ്ടുപോയി ഉണ്ടെന്നാണ്. അതൊന്ന് പറയാം വെച്ചാൽ ഈ കഞ്ചിക്കോട്ടെ അനുഭവം എന്ന് പറയുന്നത്, തൃശ്ശൂർ ഒരു ധ്യാനം കഴിഞ്ഞിട്ട് ഞാൻ ഒരു ദിവസം ഫ്രീ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെയുള്ള ആൾക്കാർ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഒരു ഫ്രീ ഉണ്ട്, പോയി കാണാം. അപ്പോൾ ഞങ്ങൾ ടീമെല്ലാം ഉണ്ട്, സിസ്റ്റേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോഴേക്കാന്ന് പറഞ്ഞു ഒരു ദിവസം പിന്നെ ഇത് കണ്ടോ 2ാമത് ധ്യാനം തുടങ്ങാനായിട്ട്. അന്ന് ഞാൻ അവിടെ ആദ്യം ചെന്നു. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ളവർക്കും സിസ്റ്റേഴ്സിനും എല്ലാം സുഗന്ധാഭിഷേകം കിട്ടി. അവരെല്ലാവരും വിട്ടോട്ട് കയറിപ്പോയി. എനിക്ക് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാനവിടെ കുറ്റത്ത് നിന്നേ. കുറേ നേരം ഞാൻ ട്രൈ ചെയ്തു, എൻ്റെ മാനുഷിക ബുദ്ധി ട്രൈ ചെയ്തു, മൂക്കോട്ട് ട്രൈ ചെയ്ത് കിട്ടുന്നുള്ളത് ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന അവസരത്തിൽ എൻ്റെ അച്ഛൻ ഒരു 10 മിനിറ്റ് നേരത്തെ സുഗന്ധാഭിഷേകം, പണ്ട് ജോബ് പറഞ്ഞവർ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ.
ശരിക്കിട്ട് കലക്കി കളഞ്ഞ്, അതായത് അടിച്ച് മൂക്കിലോട്ട് കീറുന്ന വിധത്തിലുള്ള ഇൻടോക്സിക്കേഷൻ കേട്ടിട്ടില്ലേ, ലഹരി. അപ്പോഴാണ് ഇത് ഒരു പിന്നെ 2 വിഷൻ, അതായത് ഞാൻ കണ്ണ് തുറന്നതിന് 2 വിഷൻ കണ്ടു. ഒന്ന് തൊട്ടടുത്ത് അവിടെ ഒരു പ്ലെയിൻ, അതിൻ്റെ വെള്ള നിറവും ചുമല അക്ഷരമൊക്കെ ഞാൻ കാണുന്നുണ്ട്. അത് വന്ന് അവിടെ നിന്നു ഒത്തിരി വിദേശികളുണ്ട് ഇറങ്ങി വരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സ് പറയുകയാണ്, ഇത് ലോകത്തിന് മുഴുവൻ വേണ്ടിയുള്ള ഒരു അപ്രീഷനാണ്. 2 കമ്പിയിൽ, ഈ ടെലഫോൺ കമ്പിയിൽ 2 പ്രാവ് ഇരുന്നിങ്ങനെ ചലിക്കുന്നു. എന്നിട്ട് എൻ്റെ മനസ്സ് പറയുകയാണ്, ഇതിൻ്റെ പബ്ലിസിറ്റി പരിശുദ്ധാത്മാവാണ് ഏറ്റെടുത്തിരിക്കുന്നത്, വ്യക്തികളോ ചാനലുകാരോ അല്ല എന്ന്. അദ്ദേഹത്തിന് ആരോ പറഞ്ഞു, റാണി അച്ഛനെ കൂടെ അങ്ങ് വിളിക്കുന്നെന്ന് പറഞ്ഞു മുറി പിന്നെ വീട്ടിലോട്ട് പ്രാർത്ഥിക്കാൻ. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും 10-20 പേരുണ്ട്. അവരെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഭയങ്കര സുഗന്ധാഭിഷേകം. പിന്നെ റാണിയുടെ കയ്യിലോട്ട് പാല് വീഴുന്നതാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെ പാല് കൈക്കുമ്പിൾ അത് അങ്ങോട്ട് വീഴുന്നു. ജോണി അദ്ദേഹത്തിൻ്റെ ഭർത്താവ് ഒരു പാത്രം താഴെ വെച്ചിരിക്കുന്നു. ആ പാത്രത്തിൽ ഇത് കളക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അതിന് ഭർത്താവ് പറഞ്ഞത് മാതൃസ്നേഹത്തിൻ്റെ അടയാളമായിട്ട് മാതാവ് നൽകുന്ന അടയാളമാണെന്ന് പറഞ്ഞു. നമ്മൾ കേട്ടിട്ട് ഇത് എന്താണെന്നുള്ളത്. അതിനുശേഷം അത് മുഴുവൻ കളക്ട് ചെയ്തിട്ട് ഒരു 1/4 ഗ്ലാസ് പാലുണ്ട്, പാല്, വൈറ്റ് പാല്, ഒരു സ്പൂൺ എടുത്ത് പറഞ്ഞ് ആൾക്കാർക്ക് ഇത് വേണമെന്ന് ചോദിക്കാൻ പറഞ്ഞേ. ഞാൻ ആൾക്കാർ ചോദിച്ചു വേണമെന്ന്, ആരും ഒന്നും മിണ്ടിയില്ല. ഞാനത് മുഴുവൻ കുടിച്ചറിഞ്ഞ് അത് കഴിഞ്ഞിട്ട് കൊണ്ട് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും അത്രയും പേരുടെ കൊണ്ടയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എൻ്റെ കൊന്തയ്ക്കാണ് ഭയങ്കരമായിട്ട് സുഗന്ധാഭിഷേകം. പിന്നെ ഞാൻ പല പ്രാവശ്യം നമ്മളെല്ലാം കൊന്തയ്ക്ക് എൻ്റെ ഭയങ്കര സുഗന്ധാഭിഷേകമാണ്. പിന്നെ അന്നേരമാണ് അറിയുന്നത്. പിന്നെ കുറച്ച് കണ്ട് അറിയുന്നത് ഒത്തിരി സംഭവങ്ങളുണ്ട്. റാണിക്ക് ജപമാല 1996 നവംബർ 2-ാം തീയതി വേളാങ്കണ്ണി വെച്ച് മാതാവ്, അതും ഭയങ്കര ഒരു അപ്രീഷിയേഷനായിരുന്നു. മാതാവ് സ്വർഗത്തിൽ നിന്ന് പടികൾ ഇറങ്ങി വന്ന് മാതാവിൻ്റെ കേട്ട് ഒരു ഓർഡിനറി കൊന്ത കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് നീ വീട്ടിൽ കൊണ്ട് വെക്കണം, നിന്നെ തേടി ഒരു വൈദികൻ തരും, പേര് ഊരും എല്ലാം മാതാവ് പറഞ്ഞു കൊടുത്തു. റാണി എന്നെ അറിയത്തില്ല, റാണിക്ക്. പക്ഷെ ആദ്യം കണ്ടപ്പോൾ തന്നെ റാണിക്ക് മനസ്സിലായി ഞാൻ. പക്ഷെ അതായത് റാണീനെ റിവീൽ ചെയ്തിട്ടില്ല. പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിനോട് പറഞ്ഞു, അച്ഛനെ സ്പിരിച്വൽ ഫാത്തായിട്ട് എടുക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ, ഞാൻ ചാടിക്കറി എടുക്കുന്നത്, കാരണം പുള്ളി ഭയങ്കര ഫേമസ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് അതിനുശേഷം ഞാനൊരു ഡിമാൻഡ് വെച്ചു. ആ ഡിമാൻഡ് അംഗീകരിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് പിന്നെ ഒത്തിരി അടയാളം വേണ്ടി വെച്ചു. എന്തുമാത്രം അടയാളങ്ങളാണ് പഞ്ചഷ്ടാനുഭവങ്ങൾ, പശുർബാന മാംസരക്തമായി മാറുന്നത്, അങ്ങനെ കുറേ അടയാളങ്ങൾ. പിന്നെ മരിയൻ ധ്യാനങ്ങളൊക്കെ ആയിട്ട് ഉയർത്തി. അങ്ങനെയാണ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ മരിയൻ ധ്യാനം നടക്കുന്ന ഒരേ ഒരു ശുശ്രൂഷാലയം, ഇവിടെ റിട്രീറ്റ് സെൻ്ററും കൂടെയാണ്. ഇവിടെ മാത്രമേ നമ്മൾ ഞായറാഴ്ച ആരംഭിച്ചാൽ തിങ്കൾ ചൊവ്വ ബുധൻ അത്ര മതി, ഞായറാഴ്ച രാവിലെ പോകാം. റാണിക്ക് കിട്ടിയ ഒത്തിരി വ്യക്തിപരമായ അനുഭവങ്ങളുണ്ട്. അതെല്ലാം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ ഈ ധ്യാനത്തിന് കാണിക്കണം, പുറത്ത് നമ്മൾ കൊടുക്കുന്നില്ല. അങ്ങനെ അത് പിന്നെ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ ഈ വെള്ളം ഒഴുകുന്ന പള്ളി ഇതുപോലെ പൂർത്തീകരിച്ച പള്ളിയാണ്. ഒത്തിരി ഹീലിംഗ് നടക്കുന്നത് ഈ പള്ളിയിൽ, ഈ വെള്ളത്തിലൂടെ. ഞാൻ വീഡിയോ കണ്ടില്ല എൻ്റെ. ഇതോ ഈ വെള്ളത്തിൻ്റെ അച്ഛൻ ഇത് ദൈവനിയോഗമാണ്. കാരണം ഇത് വേറെ അച്ഛനാണ് ഇതിൻ്റെ പണിത് കയറി വരുന്നത്, കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു അച്ഛന്. അപ്പോൾ ഇങ്ങനെ വന്ന് കയറി വന്നപ്പോഴത്തേനുമാണ് അവിടെ വെള്ളം കണ്ടു. പിന്നെ പെട്ടെന്നാണ് ആൾക്കാരെ മുന്നോട്ട്, നേരത്തെ ഇല്ലായിരുന്നു പള്ളി, മുന്നോട്ട് വെച്ചു. പിന്നെ വറ്റാത്ത വെള്ളമുണ്ടെന്ന് മനസ്സിലായി. അതാണ് എസ്.കെ. 47 മനസ്സിൽ വന്നത്. അതുകൊണ്ട് ഡിസൈൻ ചെയ്തു. അതൊക്കെ ദൈവനിയോഗമാണ്. ഞാനപ്പോൾ സ്വീകരിച്ച് വരുമ്പോഴത്തേനും എബ്രാഹിം ലേഖനത്തിൽ പറയുന്നത് കാളുകളെയും കോലാടുകളെയും രക്തം തളിക്കുന്നതും പശുക്കിടാവിൻ്റെ ഭസ്മം വിതർന്നതും പശുദ്ധരെ ശാരീരികമായി ശുദ്ധീകരിക്കുന്നുവെങ്കിൽ കറിയും കളങ്കവുമില്ലാതെ സത്യാത്മാവ് സമർപ്പിച്ച യേശുക്രിസ്തുവിൻ്റെ രക്തം നിർജീവ പ്രവൃത്തികളിൽ നിന്നും നിങ്ങളുടെ അന്തരങ്ങളെ എത്രയധികമായി ശുദ്ധീകരിക്കുകയില്ല. അതിൻ്റെ മുമ്പിൽ അച്ഛാ മാറാത്തതെന്തെങ്കിലും ഉണ്ടോ, പോകാത്തെന്തെങ്കിലും ഉണ്ടോ? ഒരു വൈദികൻ എഴുന്നേറ്റ് സിംഹത്തെ പോലെ കടപടി നിൽക്കുകയാണെങ്കിൽ ഏത് പിശാച് അടുത്ത് നിൽക്കും? അത് മിഖായിൽ മാലാഖയുടെ കാരണം മിക്കവാറും പല ധ്യാന കേന്ദ്രങ്ങളിലും മിഖായിൽ മാലാഖയുടെ സംരക്ഷണം നമുക്കായാലും വേണമല്ലോ, എല്ലാ ഭവനങ്ങളിലും അച്ഛന്മാർക്ക് പ്രത്യേകിച്ച്. അപ്പോൾ അച്ഛൻ ഈ മിഖായിൽ മാലാഖയുടെ പ്രത്യേകത എന്തെങ്കിലും? മിഖായിൽ മാലാഖയുടെ പ്രത്യേകത എനിക്ക് എന്നെ പറഞ്ഞാൽ, ഞാൻ ആദ്യമേ ചിന്തിച്ചത് വിശുദ്ധരെല്ലാം മനുഷ്യരാണ്. ഈ മിഖായേൽ ഏഞ്ചൽസ് അത് ദൈവം അത് ദൈവം നമുക്ക് വേണ്ടി നൽകിയ ശുശ്രൂഷകരാണ്. ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് നമ്മുടെ ശുശ്രൂഷകരാണ് അവർ. ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് മിഖായേൽ, ഗബ്രിയേൽ, റഫായേൽ, മലാഖമാർ പ്രത്യേക സംരക്ഷണമാണ് നമുക്ക്.
അത് മിഖായേൽ പൈശാചിക മേഖലയിൽ സംരക്ഷണം, പിന്നെ ഗബ്രിയേൽ ദൈവിക സന്ദേശം നമ്മളിലേക്ക് എത്തിക്കുന്നു. അതുപോലെ തന്നെ റഫായേൽ തൈലം നമ്മുടെ ജീവിതത്തിലുണ്ടായിരുന്ന ആന്തരിക ആത്മീയ മേഖല മുറിവുകൾ ഉണക്കുവാനായിട്ട്. ഈ 3 പ്രൊട്ടക്ഷൻ. ഈ ഹോളി ലാൻഡിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ ഈ ഷെപ്പേർഡ് ഫീൽഡിൽ ഒരു പള്ളിയുണ്ട്. അത് പിന്നെ ഗബ്രിയേൽ ദൈവദൂതൻ്റെ നാമത്തിലുള്ള പള്ളിയാണ്. അവർ 3 ഏഞ്ചൽസാണ് പറയുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചാൽ മാർപ്പാപ്പ ഒരു പ്രത്യേക ഒരു പദവി നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ 3 ഏഞ്ചൽസിൻ്റെ പ്രത്യേക സംരക്ഷണം അവിടെ ലഭിക്കുന്നതാണ്. അതെനിക്ക് ഞാൻ അവിടെ പോയപ്പോൾ എനിക്കത് സ്ട്രൈക്ക് ചെയ്തു. പിന്നെ ഈശോ തന്നെ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഒരു സംരക്ഷണ പ്രാർത്ഥനയാണ് പറഞ്ഞത്. ഈ ദുഷ്ടാരൂപിയിൽ നിന്നും സൈന്യങ്ങളിൽ നിന്നും പിന്നെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും പിന്നെ ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ മിഖായേലിനോടുള്ള ഒരു പിന്നെ സംരക്ഷണം ആവശ്യമാണ്. പിന്നെ നമ്മുടെ ഏത് പ്രാർത്ഥനയിലും മിഖായേലിനെ എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. സഭയുടെ എൻ്റെ പ്രാർത്ഥന വിശുദ്ധ മിഖായേൽ എന്ന് പറഞ്ഞാൽ പിന്നെ അത് മനുഷ്യനല്ല, അത് അരൂപിയാണ്. അരൂപിയുടെ മേഖലയിലുള്ള ഒരു ഇതാണ്. ഞാൻ ആദ്യം ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ പണ്ട് മുതലേ മിഖായേൽ മാലാഖയുടെ ഇത് ചെല്ലുക, അതായത് മാതാവിൻ്റെ സന്ദേശമാണ് ആ ജപം ചെല്ലണം എന്നുള്ളത്. ഞാനത് ചെല്ലുമായിരുന്നു. അത് നല്ലതായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഇവിടെ ഞാൻ പള്ളിയെല്ലാം വെച്ചു കൊടുത്ത എല്ലാം ഫംഗ്ഷൻ തുടങ്ങി. ഇത് അറിയപ്പെടാത്ത ഒരു സ്ഥലമായിരുന്നു, ചാനോൺ പ്ലേസ്. ആർക്കും അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞാൻ വരുമ്പോൾ ഇത്ര ഡെവലപ്മെൻ്റ് ഒന്നും ഇവിടെ ഇന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു മിഖായേൽ മാലാഖയെ വെക്കണം എന്നെൻ്റെ മനസ്സ് പറയുന്നു. അതെവിടെയാണ് വെക്കേണ്ടത്? അപ്പോൾ ഞാൻ ഓർത്തുന്ന ഇവിടെ ഈ ഭിത്തിയിൽ ഈ പടം വെച്ചിട്ടുണ്ട്, അവിടെ എവിടെയെങ്കിലും വെക്കാമെന്ന് ചെയ്യാൻ. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിൽ ഇവിടെ അടുത്തൊരു ഹിന്ദു, അവന് ഭയങ്കര രോഗമൊക്കെ ആയിട്ട് അവന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. സീരിയസ് ആണ്, ക്രിട്ടിക്കൽ സ്റ്റേജാണ്. ഞാൻ അവനെ കാണാൻ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവൻ്റെ ഭാര്യ അവിടെ ഐശ്വര്യം ചെയ്ത് കരഞ്ഞോണ്ടിരിക്കുക, ഹിന്ദുവാണ്. അത് ഞാൻ അവിടെ ചുമ്മാ കയറി പ്രാർത്ഥിച്ചങ്ങ് പോന്നു. എൻ്റെ അച്ഛൻ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ വന്ന് പറയണം, അച്ഛൻ വന്ന് പ്രാർത്ഥിച്ചു പോയെന്നൊക്കെ എൻ്റെ ഭാര്യ പറഞ്ഞു. ഞാൻ അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുക. അന്ന് എന്നോട് പിന്നെ ഡോക്ടർ പറഞ്ഞ എൻ്റെ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്നാണ് പുള്ളി എന്നോട് പറഞ്ഞത്. എന്നിട്ട് അവൻ അന്നത്തെ ദിവസം ഒരു വിഷൻ ഉണ്ടായി. അവിടെ ഈശോ ഈ പള്ളിയിൽ നിന്നും ഈശോ അവിടെ വന്നു. ജീസസ് പുതപ്പൊക്കെ പുതച്ച് പറയുന്നുണ്ട്. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ എഴുന്നേക്കൂ, ഇവിടെ കിടക്കുന്ന 4 പേര് മരിച്ചു പോകും. അത് അതുപോലെ തന്നെ സംഭവിച്ചു. 4 പേര് മരിച്ചു പോയി. അവൻ രക്ഷപ്പെട്ടു. പിന്നീട് അവൻ ഈ പള്ളിയിൽ കൊണ്ടുവന്നു. ഈ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് ഈ പള്ളി വന്നു കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ഇറങ്ങി വന്നത് പുതവൊക്കെ പൊതിച്ച് വാളും പിടിച്ച ചെറുതുള്ള ഒരു ജീസസ് ആണ് എന്നോട് പറഞ്ഞത്. അവൻ ഈ മിഖായേൽ. അപ്പോൾ എനിക്ക് മനസ്സിലായി ജീസസ് ആണ്. ഞാൻ കൗതുകം ചോദിച്ചു എന്തേ. എന്നിട്ട് പറഞ്ഞു അവനെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ആ സ്ഥലം കാണിച്ചു കൊടുത്തു. അവിടെ പുള്ളി പോയി നിന്നെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ അവിടെയാണ് വെക്കേണ്ടതെന്ന്. ഒരിക്കലും ഞാൻ ചിന്തിച്ചതല്ല അവിടെ വെക്കണം എന്നുള്ളത്. വെച്ചാൽ എന്ത് പ്രോവിഡൻസ് ആണെന്ന് നോക്കിയാൽ അവിടെ വെച്ചത്. വേറെ എവിടെ വെച്ചാൽ ഇത്രയും തിരിക്കുകയായിരുന്നു. അതിനുശേഷം വീണ്ടും ഈശോ ഇവനെ കാണിച്ചു കൊടുത്തു. ഇവിടെ കെട്ടിടം ഉണ്ടാവും, ആൾക്കാരും ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുത്തതേ. അപ്പോൾ എനിക്ക് മനസ്സിലായി വിജാതിയിലൂടെ ജ്ഞാനത്തിൻ്റെ പ്രവചനം വരിക എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ അത് മുഴുവൻ കേട്ട് അബ്രഹാം ചിരിച്ച പോലെ ഉള്ളിൽ ഞാൻ ചിരിച്ചു. കാരണം ഇതൊന്നും സംഭവിക്കില്ല. കാരണം വെച്ചാൽ ഇറ്റ്സ് എൻ അൺനോൺ പ്ലേസ്. ഇതിങ്ങനെ പറയുകയാണ് ആൾക്കാർ വരും ഇവിടെ കേട്ട്. ഇത് തന്നെ കംപ്ലീറ്റ് ആകാനായിട്ട് ഞാൻ കിടന്ന് ശാസ്ത്രകാലം പഠിച്ചു. അന്നേരമാണ് 160 പേരുടെ ധ്യാന സെൻ്റർ അവിടെ ഉയർന്നിരിക്കുന്നത്. ആൾക്കാർ വരും, ദൂരെ വരും. ഇവിടെ 2 പേര് പാതയുണ്ടാകും. എല്ലാം പറയുക ഇവിടെ അത് വരും. കുറേ പറഞ്ഞ ആൾക്കാർ വരുന്നൊക്കെ ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആ സമയത്ത് ഞാൻ ഇവിടുന്ന് പോകാൻ തീരുമാനിച്ചൊരു സമയമായിരുന്നു. കാരണം ഞാൻ നോക്കുകയാണ് ഇതിനെക്കാട്ടും വലിയ പള്ളി എനിക്ക് പിതാവ് തരും. കാരണം ഞാൻ ഇപ്പോൾ തിരക്കുപിടിച്ച സ്ഥലത്തുനിന്ന് വന്നതല്ലേ. അങ്ങനെ വീണ്ടും ഇരിക്കാനായിട്ടായിരുന്നു ഒരു സന്ദേശം. അപ്പോൾ എനിക്ക് ഉറപ്പായി ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞതായിരിക്കും. പിന്നെ അച്ഛൻ അത്ഭുതകരമായിട്ടാണ് ഇത്. അപ്പോൾ ഞാൻ ധ്യാനസന്ധയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ധാരാളം സ്ഥലത്തൊന്ന് ധ്യാനിപ്പിക്കാൻ 10-15 വർഷം ഉണ്ടായിരുന്ന അറിയപ്പെടുന്ന ആളുമായിരുന്നു. അന്നേരം ഈ കർത്താവ് എൻ്റെ മനസ്സിൽ ലോകത്തോട്ടും പോകണ്ട. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്കിവിടെ സൗകര്യം തരണം. ഇവിടെ സൗകര്യം തരികയാണെങ്കിൽ ഒരു കാര്യം, എൻ്റെ മരണം വരെ 5 പൈസ ആരോടും വാങ്ങിയില്ല. ഇന്ന് കത്തോലിക്ക സഭയിൽ എല്ലാ ധ്യാന സെൻ്ററിലും ഫീസ് 800 രൂപ, 1000 രൂപ, 1100 രൂപ, 1200 രൂപ. നമ്മൾ മേടിക്കുകയില്ല. ഫ്രീ ആയിട്ട് അത് അന്ന് മുതൽ ഇന്ന് വരെ അങ്ങനെ ചെയ്യുന്ന ആരോടും മേടിക്കില്ല പൈസ. അച്ഛൻ ചോദിക്കുന്നത് എങ്ങനെ കൊടുക്കുന്നത്? അൺനോൺ. ദൈവത്തിൻ്റെ പ്രോവിഡൻസ്. മുടിഞ്ഞാലും പ്രശ്നമില്ല. ഞാനോട് വാക്ക് പറഞ്ഞതാണ്. അങ്ങനെ വരികയില്ല. കാരണം പിന്നെ മനുഷ്യർ ഇപ്പോൾ ഈ സാമ്പത്തികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു കാരണം വെച്ചാൽ അറിയാലോ ധ്യാനം നടത്തി പോകണമെങ്കിൽ എന്തുമാത്രമാണുള്ളത്. ഞങ്ങൾ കുളത്തോലായിരുന്നപ്പോഴത്തേനും
ക്യാനൻ കണ്ടിട്ട് ഞാനും വർക്കിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 18 സിസ്റ്റേഴ്സ് ഉണ്ട്, വെൽ ട്രെയിൻഡ്. 22 കൗൺസിലേഴ്സ് ഉണ്ട്. ഫുഡ് കൊടുക്കാൻ എന്നിട്ട് ഞങ്ങൾക്ക് ടെൻഷനാണ് അവിടെ. അച്ഛൻ ഇവിടെ ഒന്നുമില്ല, 160 പേര് ധ്യാനിച്ചും പോകും. പൂൾ അച്ഛൻ പറഞ്ഞേ ദൈവത്തിൻ്റെ പ്രോവിഡൻസ് ആണെന്ന് പറഞ്ഞാൽ 5 പൈസ അങ്ങോട്ട് മേടിക്കില്ല. സമൃദ്ധിയിലാണ് അവർ വിടുന്നത്. അങ്ങ് പോകുന്നത് 18 വർഷമായി. 18 വർഷം. Fora,